ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘയെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും സച്ചിയേട്ടൻ എൻ്റെ ഒപ്പം വരണമെന്നും അർച്ചന പറയുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന താഴേക്ക് പോകുമ്പോൾ സച്ചിയും അർച്ചനയുടെ പിന്നാലെ തന്നെ ചെല്ലുകയാണ്. ഞാനും വരാം തൻ്റെ കൂടെ, നമുക്ക് കാറിൽ പോകാമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അത് വേണ്ട സച്ചിയേട്ടാ, കാറിൽ പോയാലേ പെട്ടെന്നൊന്നും എത്താൻ സാധിക്കില്ല. സച്ചിയേട്ടൻ ബൈക്ക് എടുത്താൽ മതി. ശരിയെങ്കിൽ ഞാൻ പോയി താക്കോൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി തിരിച്ചകത്തേക്ക് കയറുമ്പോൾ അവന്തിക പറയുകയാണ്, സച്ചി, അനഘയില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേട്ടത്തിയെന്ന് പറഞ്ഞ് സച്ചി മുകളിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് സന്ദീപിൻ്റെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങുന്നു. ഏട്ടൻ എവിടെ പോകുന്നെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അനഘയെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ ഞാനും വരാൻ സച്ചിയേട്ടാ, എനിക്ക് അവളോട് രണ്ട് പറയാനുണ്ട്. ആദ്യം ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ് സച്ചി താക്കോലും കൊണ്ട് താഴേക്ക് പോവുകയാണ്. സച്ചി ഇങ്ങനെ ധൃതി പിടിച്ചു പോകുന്നത് കണ്ടിട്ട് സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സച്ചിയും അർച്ചനയും കൂടി നേരെ ആദ്യം പോകുന്നത് ആ റെസ്റ്റോറൻറ്റിലേക്കാണ്. എന്നാൽ ഇതിനോടകം തന്നെ ഡെലിവറി ബോയ് ഫുഡും കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അവർ ഡെലിവറി ബോയുടെ പിന്നാലെ തന്നെ പോകുന്നതാണ്. അങ്ങനെ അവസാനം സച്ചിയും അർച്ചനയും ആ ഹോട്ടലിൽ എത്തിച്ചേരുകയാണ്. അവർ ചെല്ലുമ്പോൾ കാണുന്നത് അനഘയുടെ മുറിയുടെ കതകിന് തട്ടുന്ന ഡെലിവറി ബോയെയാണ്. അങ്ങനെ അനഘ ഉറക്കം എഴുന്നേറ്റ് വന്ന് കതക് തുറക്കുന്നു. ഇത്ര നേരം എന്താ താമസിച്ചത് ഫുഡ് കൊണ്ടുവരാനെന്ന് അനഘ ചോദിക്കുമ്പോൾ സച്ചി മുന്നിൽ നിൽക്കുകയാണ്. സച്ചിയെ കണ്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘ. കഴിക്കാൻ ഞാനും ബട്ടർ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ കൂടെ മുസംബി ജ്യൂസും ഉണ്ടെന്ന് അർച്ചനയും പറയുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘ. തുടർന്ന് അകത്തേക്ക് കയറുന്ന സച്ചി കഥ കടക്കുകയാണ്. നീ എന്താ ആരോടും പറയാതെ ഇവിടെ വന്ന് താമസിക്കുന്നത്? അത് പിന്നെ സച്ചിയേട്ടാ, സന്ദീപിന് എന്നെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം മാറി നിന്നാൽ അവന് ഇഷ്ടം വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മാറി നിന്നതാ. ഇത് കേൾക്കുന്ന സച്ചി അനഘയെ അടിക്കാനായി കയ്യോങ്ങുമ്പോൾ അത് തടുത്തു നിർത്തുകയാണ് അർച്ചന. വേണ്ട സച്ചിയേട്ടാ, തല്ലണ്ട. അത്രയും പറഞ്ഞ് അനഘയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് അർച്ചന. ഇതെന്തിനാണെന്ന് വെച്ചാൽ നീ ഞങ്ങളെല്ലാം തീ തീറ്റിച്ചതിനും കൂടാതെ നീ കാരണം എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടതിനും, അതുമാത്രമല്ല കള്ളം പറഞ്ഞതിനും കൂടെ ഉള്ളതാ. എല്ലാം കൂടി നീ അങ്ങ് കൂട്ടിയെടുത്താൽ മതി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയും അർച്ചനയും എവിടെ പോയെന്ന് സേതു ചോദിക്കുമ്പോൾ അറിയില്ല, പുറത്തേക്ക് പോയതാണെന്ന് സ്നേഹ പറയുന്നു. അല്ലെങ്കിലും നന്ദേട്ടൻ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ആദ്യം എല്ലാവരും തിരഞ്ഞുകൊണ്ടേയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ആർക്കും ഒരനക്കവും ഉണ്ടായിരുന്നില്ല. നഷ്ടങ്ങളെല്ലാം എനിക്ക് തന്നെയാ. എൻ്റെ അനഘ ജീവനോടെ ഉണ്ടോ എന്ന് ആർക്കറിയാമെന്ന് അവന്തിക പറയുമ്പോൾ അനഘ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. അർച്ചനയെ കണ്ട ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അനഘയും കൊണ്ട് സച്ചിയും അങ്ങോട്ടേക്ക് വരുന്നു. അനഘയെ കാണുമ്പോൾ സേതുവിനും സ്നേഹയ്ക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് സന്ദീപും അങ്ങോട്ടേക്ക് വരുന്നു. നീ എവിടെയായിരുന്നു മോളെ എന്ന് സേതു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവന്തിക അനഘയുടെ കൈ പിടിച്ച് മാറ്റി നിർത്തുകയാണ്. എൻ്റെ മോളെ, നീ ഞങ്ങളെല്ലാവരെയും തീ തീറ്റിച്ച് കളഞ്ഞല്ലോ, നിന്റെ മുഖത്തെന്താ ഒരു പാടെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതനഘയെ തട്ടിക്കൊണ്ടുപോയവര് തല്ലിയതാ. ഞങ്ങൾ ചെന്നപ്പോൾ അവളെ അവിടെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഇവള്. പിന്നെ ഞങ്ങള് ബട്ടർ ചിക്കനും നാനും മൊസംബി ജ്യൂസും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടാ കൊണ്ടുവന്നത്. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, അതെ, വിവാഹം ഉറപ്പിക്കുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗ്യാങ് ആയിരുന്നു അത്. സച്ചിയേട്ടൻ അവർക്ക് കണക്കിന് കൊടുത്താ വിട്ടത്, പക്ഷേ പോലീസിൽ ഏൽപ്പിക്കാൻ പറ്റിയില്ലെന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുകയാണ്, അത് നന്നായി. ഞാനായിരുന്നെങ്കിൽ അവന്മാരുടെ കൈയും കാലും തല്ലിയൊടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. നെല്ലിശ്ശേരിയിലെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവനെയൊന്നും വെറുതെ വിടാനേ പാടില്ലെന്ന് സേതു ദേഷ്യത്തോടെ പറയുമ്പോൾ ഇത് കേട്ട് പേടിയോടെ നിൽക്കുകയാണ് അവന്തികയും അനഘയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റ്സ് ക്രിയേഷൻസ്.